മണിപ്പൂരിൽ ഈസ്റ്റർ അവധി പിൻവലിച്ച് ബി.ജെ.പി. സർക്കാർ. ഈസ്റ്റർ ദിനവും ദുഃഖശനിയും പ്രവൃത്തി ദിനമായിരിക്കുമെന്ന് സർക്കാർ ഉത്തരവിറക്കി. സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമാണെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ്. സർക്കാർ നടപടിക്കെതിരെ ക്രൈസ്തവരിൽ നിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. ഈസ്റ്റർ ഞായറും ദുഃഖശനിയും സാമ്പത്തിക വർഷത്തിലെ അവസാന ദിവസങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി.ജെ.പി. ഭരിക്കുന്ന മണിപ്പൂർ സർക്കാരിന്റെ വിവാദ ഉത്തരവ്. 2 ദിവസങ്ങളിലും സർക്കാർ ഓഫീസുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർക്കാരിന് കീഴിലുള്ള സൊസൈറ്റികൾ തുടങ്ങിയവയ്ക്ക് പ്രവൃത്തി ദിനമായിരിക്കുമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാലയങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ച ബി.ജെ.പി. സർക്കാരാണ് ക്രൈസ്തവ വിഭാഗത്തിന്റെ ഏറെ പ്രാധാന്യമുള്ള ദിനത്തിൽ വിവേചന നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 3 മണിപ്പൂരിൽ പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപത്തിൽ 500-ലധികം ക്രൈസ്തവ ദേവാലയങ്ങളാണ് തകർക്കപ്പെട്ടത്. 200-ലധികം ക്രൈസ്തവരായ കുക്കി വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. 100-ലധികം സ്ത്രീകൾ കൂട്ടമാനഭംഗത്തിന് ഇരയായി. 1 വർഷമായിട്ടും കലാപം അടിച്ചമർത്താനുള്ള ശ്രമം ബി.ജെ.പി. സർക്കാർ നടത്തിയിട്ടുമില്ല. മണിപ്പൂരിൽ 9 ജില്ലകളിൽ 5 90% പേരും ക്രൈസ്തവരാണ്. ഈ ഒരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് ഈസ്റ്റർ ദിനമായ ഞായറാഴ്ച തന്നെ അവധി പിൻവലിച്ച് RSS അജണ്ട നടപ്പാക്കുന്ന ബി.ജെ.പി. സർക്കാരിന്റെ സമീപനം. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കുക്കി വിഭാഗം രംഗത്തെത്തി. രാജ്യമാകെ വലിയ വിമർശനമാണ് ബി.ജെ.പി. സർക്കാരിനെതിരെ ഉയരുന്നത്. എന്നിട്ടും ഉത്തരവ് പിൻവലിക്കാൻ മണിപ്പൂർ സർക്കാർ തയ്യാറായിട്ടില്ല. കൈരളി ന്യൂസ്, ദില്ലി.